Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് ഓറഞ്ചും ലെമണും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ്. എന്നിട്ടിത് നമുക്ക് കൂടുതലായിട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് അതിലേക്ക് കസ്കസോ ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഐസ് വാട്ടറും നമുക്കിഷ്ടമുള്ള ഫ്ലേവറൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലേവറൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ജ്യൂസാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുസമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് അതിൻ്റെ പുറമേയുള്ള തൊലിയൊന്ന് കുറച്ച് ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് ആ ഒരു ടേസ്റ്റ് വേണ്ടെങ്കിൽ ഈ ഒരു തൊലി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഓറഞ്ചിൻ്റെ അല്ലി മാത്രം ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാനിത് ഓറഞ്ചിൻ്റെ ആ ഒരു പീലുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ട് ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ആ ഒരു വൈറ്റ് ഭാഗം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓറഞ്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഓറഞ്ച് എടുക്കുമ്പോഴും അതിൻ്റെ തൊലിയൊക്കെ കളയുക, എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഈ ഒരു തൊലി ചുരണ്ടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. എടുക്കുമ്പോൾ അതിൻ്റെ ആ വെള്ള ഭാഗം വീഴാതെ തന്നെ എടുക്കണം. വെള്ള ഭാഗം വീണ് കഴിഞ്ഞാൽ കയർപ്പുണ്ടാവും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് നല്ല അതിൻ്റെ പുറമേയുള്ള വൈറ്റ് പാർട്ടെല്ലാം കളഞ്ഞിട്ടെടുക്കാം. ഇതേപോലെ നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പുറമേയുള്ള ലെമൺ സെസ്റ്റ് കുറച്ചെടുക്കുന്നുണ്ട്. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നാരങ്ങയുടെ തൊലിയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറമേയുള്ള സ്കിന്നും ഉള്ളിലുള്ള ഒരു സീഡും സ്കിന്നും എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അല്ലി മാത്രമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഈ മുസമ്പി അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഓറഞ്ച് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളതും പുറമേയുള്ളതും സ്കിന്ന് കളഞ്ഞിട്ട് അതിൻ്റെ അല്ലി നടത്തിയെടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ സെൻറ്ററിലുള്ള ആ ഒരു സീഡിൻ്റെ ഭാഗവും അതുപോലെ പുറമേയുള്ള സ്കിന്നൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഉള്ളിലുള്ള ആ ഒരു ഇതിൻ്റെ അല്ലി മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരു 4-5 ദിവസത്തേക്കൊക്കെ കട്ട് ചെയ്ത് വേവിച്ചിട്ട് ഇതേപോലെ ജ്യൂസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അങ്ങ് വെന്ത് വന്നോളും. എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പിൽ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു പീസ് കറുകപ്പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഗ്രാമ്പൂവും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം.
ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിലുള്ള ഗ്രാമ്പും കറുകപ്പട്ടയൊക്കെ ചേർത്തിട്ടുള്ളത് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് ഉള്ളത്. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് വെള്ളമോ അല്ല ഐസ് ക്യൂബോ പഞ്ചസാരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിച്ചാൽ മതി. ഇത്രയും നല്ല തിക്കായിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പറ്റും. ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ജഗ്ഗിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സിലാണുള്ളത്. ഏതെങ്കിലും നല്ല ടൈറ്റായിട്ട് അടപ്പുള്ള ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട്. പിന്നീട് വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ പകുതിയിൽ വരെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് വെള്ളം കൂടെ നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മധുരം ചേർത്തിട്ടുണ്ടെങ്കിലും വെള്ളം ചേർക്കുമ്പോൾ കുറച്ചും കൂടെ മധുരം വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയോ പുതിനയിലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ കുറച്ച് അല്ലി ഒന്ന് നല്ലപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ജ്യൂസും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടും ഉപയോഗിക്കാം. പഴം ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ പഴം ചേർത്തിട്ട് കുറച്ച് നേരം വയ്ക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും, ടേസ്റ്റും മാറും. അതുകൊണ്ട് പഴം ചേർത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ജ്യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.